ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ആദിപരാശക്തിയുടെ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ഇന്നിനി നമ്മൾ 6-ാമത്തെ അധ്യായം, ശ്രീദേവി മഹാത്മ്യത്തിലെ 6-ാമത്തെ അധ്യായമാണ് നമുക്ക് നോക്കാനുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അധ്യായം, പ്രത്യേകിച്ചും അതിമനോഹരമായ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു സ്തുതിയോടുകൂടി, ദേവീ സ്തുതിയോടുകൂടിയാണ് പഞ്ചമം നമ്മളെ കടത്തിക്കൊണ്ടുവന്നത്. അതിൽ ഈ ദേവന്മാരുടെ ഈ ഒരു വിശേഷ്യമായിട്ടുള്ള സ്തുതി തന്നെ നമുക്കറിയാം 5-ാമത്തെ അധ്യായത്തിലാണ് ഗ്രന്ഥകാരൻ അത് രചിച്ചിരിക്കുന്നത്. ഈ 5-ാമത്തെ അധ്യായത്തിൽ ദേവിയുടെ സ്തുതി പറയുന്നിടത്തെല്ലാം 5 തവണ ദേവിക്ക് നമസ്കാരം അർപ്പിക്കുന്നുണ്ട്. ഓരോ ഭാവവും പറയുമ്പോൾ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇങ്ങനെ 5 തവണ നമസ്കാരം അർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഓരോ ഭാവവും 5 തവണ നമസ്കാരം അർപ്പിക്കുന്ന ഈ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അമ്മയുടെ പ്രത്യേകത, നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ നോക്കിയാൽ ധാരാളം ഇടങ്ങളിൽ അമ്മയ്ക്ക് ഈ 5 എന്നൊരു സംഖ്യയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാം. അതിൽ ഒരു 1-2 ഉദാഹരണം നമ്മളൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ, ലളിതാ സഹസ്രനാമത്തിലെ 64-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാം, അവിടെ സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ. 5 കർമ്മങ്ങളിൽ അമ്മ സദാ താല്പര്യമുള്ളവളാണ്, അല്ലെങ്കിൽ തൽപരയായിട്ടുള്ളവളാണ് പഞ്ചകൃത്യങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, അതുപോലെ ലോകത്തിൻ്റെ നാശം, ഉന്മൂലനം, അനുഗ്രഹം അല്ലെങ്കിൽ ലോകോദ്ധാരണം എന്നിങ്ങനെയുള്ള 5 കർമ്മങ്ങളിൽ അമ്മ സദാ തൽപരയായിട്ടുള്ളവളാണ്. അപ്പോൾ അവിടെയും 5 എന്ന സംഖ്യയ്ക്ക് അമ്മയുടെ പ്രവൃത്തി മണ്ഡപത്തിൽ, അല്ലെങ്കിൽ അമ്മയുടെ ആ മായാപ്രഭാവത്തിൻ്റെ ഒരു കർമ്മ മേഖല നോക്കിയാൽ, അമ്മയുടെ ആ മായാപ്രഭാവം എങ്ങനെയൊക്കെയാണ് വർത്തിക്കുന്നതെന്ന് നോക്കിയാൽ അത് പ്രധാനമായും 5 മേഖലകളാണ് എന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെയാണ് മറ്റ് ചില ശ്ലോകങ്ങളിലും ലളിതാ സഹസ്രനാമത്തിൽ നമുക്ക് 5 എന്ന സംഖ്യയ്ക്ക് ദേവിയുമായിട്ടുള്ള ബന്ധം കാണാവുന്നതാണ്. നമ്മൾ 61-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, പഞ്ചപ്രേതാസനാസീന പഞ്ച ബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാനഘനരൂപിണി. അവിടെയും നമുക്ക് കാണാം പഞ്ചപ്രേതാസനാസീന, 5 പ്രേതങ്ങളെ ആസനമാക്കിയവൾ. അതായത് നമുക്കറിയാം ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, അതേപോലെ ഈശ്വരൻ, സദാശിവൻ എന്നിങ്ങനെയുള്ള 5 പ്രേതങ്ങളിൽ ഇരിപ്പിടമായിട്ടുള്ളവൾ. അപ്പോൾ അവിടെയും 5 എന്ന സംഖ്യയ്ക്ക് അമ്മയുടെ നാമവുമായി ചേർത്ത് വയ്ക്കുന്നതിൽ ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെയാണ് പഞ്ചബ്രഹ്മസ്വരൂപിണി എന്നും അവിടെ പറയുന്നുണ്ട്. ഈ പഞ്ചബ്രഹ്മങ്ങൾ എന്ന് പറയുമ്പോൾ ജീവന്, അന്ധകരണം, അതുപോലെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, അതേപോലെ തന്നെ ഈ ശബ്ദാദി വിഷയങ്ങളൊക്കെയും, ഇവയൊക്കെയും 5 ബ്രഹ്മങ്ങളായിട്ട്, പഞ്ചബ്രഹ്മങ്ങളായിട്ട് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ 5 ബ്രഹ്മങ്ങൾ, പഞ്ചബ്രഹ്മസ്വരൂപിണി, 5 ബ്രഹ്മങ്ങളും സ്വരൂപമായിട്ട് വന്നവൾ എന്ന അർത്ഥത്തിലും നമുക്കവിടെ ദേവിയുടെ
നാമങ്ങൾ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. അപ്പോൾ 5 എന്ന അർത്ഥത്തിന് ഇതുപോലെ പഞ്ചപ്രേതാസനാസീന, പഞ്ചകൃത്യപരായണ, പഞ്ചബ്രഹ്മസ്വരൂപിണി, അതേപോലെ തന്നെ നമുക്ക് പഞ്ചകോശാന്തരസ്ഥിത എന്ന് മറ്റൊരിടത്ത് നമുക്ക് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് കാണാം. അവിടെയും ഈ 5 കോശങ്ങളിലും അമ്മ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ 5 കോശങ്ങളിലും ബിന്ദുരൂപേണ സ്ഥിതി ചെയ്യുന്നവൾ ഈ ജഗദംബിക തന്നെയാണ്. സാമ്യം, ലയം, വിനാശം, അതേപോലെ അത്യന്തഭാവം, ഐക്യം തുടങ്ങിയ 5 കോശങ്ങളിലും ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ബിന്ദുവിന് ചുറ്റുമുള്ളവയാണ് എല്ലാം, അഥവാ ദേവിയുടെ പ്രഭാവത്തിൻ്റെ ചുറ്റുമാണ് എല്ലാ കർമ്മങ്ങളും എല്ലാം തന്നെയും സ്ഥിതി ചെയ്യുന്നത്. ദേവിയുടെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം എന്നർത്ഥം. ആ ഒരു ബിന്ദുവിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ എന്തുകൊണ്ട് നോക്കി നമുക്ക് ധാരാളം ഇടങ്ങളിൽ അമ്മയുടെ സവിശേഷതകൾ പറയുന്നിടത്ത് ഈ 5 എന്ന സംഖ്യയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ആ ജഗദംബികയുടെ പല ഭാവങ്ങളെ സ്തുതിച്ചുകൊണ്ട് ദേവന്മാർ ചെയ്ത ആ ഒരു മനോഹരമായ സ്തുതി 5-ാമത്തെ അധ്യായത്തിൽ വ്യാസഭഗവാൻ ഭംഗിയായി വർണ്ണിച്ചിരിക്കുന്നു. അവിടെ 5 തവണ ഓരോ ഭാവത്തെയും നമസ്കരിച്ചുകൊണ്ട് പഞ്ചകൃത്യപരായണയായിട്ടുള്ള ആ അമ്മയെ 5 തവണ ഓരോ ഭാവങ്ങളിലും, കാരണം ഈ ഓരോ ഭാവങ്ങളിലും അമ്മ വർത്തിക്കുമ്പോഴും ഈ 5 കൃത്യങ്ങളിൽ അമ്മ തൽപരയായിട്ടുള്ളവളാണ്. സൃഷ്ടിയാണേലും സ്ഥിതിയാണേലും സംഹാരമാണേലും പോഷണമാണെങ്കിലും ഒക്കെയും അമ്മ അവിടെ വളരെ സജീവമായി അല്ലെങ്കിൽ താല്പരയായിരിക്കുന്നവളായതുകൊണ്ട് തന്നെ ഏത് ഭാവം എടുത്തോട്ടെ, മാതൃരൂപത്തിലാണേലും സൃഷ്ടിരൂപത്തിലാണേലും ശാന്തിരൂപത്തിലാണേലും എന്തിനേറെ നിദ്രാരൂപത്തിൽ പോലും അമ്മ ഈ 5 കർമ്മങ്ങളിൽ വ്യാപൃതയാണ് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് അവിടെ 5 തവണ നമസ്കാരം അർപ്പിക്കുന്നത്. ഇനിയും നമ്മൾ 6-ാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഈ 6-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് 6-ാമത്തെ അധ്യായത്തിൽ ധൂമ്രലോചന വധമാണ് വർണ്ണിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങളിലേക്ക് കടക്കാം നമുക്ക്. നമ്മൾ ഈ ഒരു അധ്യായത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ധൂമ്രലോചന വധമാണ് വിഷയം. അത് 5-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ഈ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ദേവി ദൂതനോട് പറയുന്ന കാര്യമായിരുന്നു, അല്ലേ? കിം കരോമി പ്രതിജ്ഞാമേ യത് അനാലോചിതാകൃത. ഞാൻ അനാലോചിതയായിട്ട് ആലോചിക്കാതെ ഞാൻ കയറി ഒരു തീരുമാനം എടുത്തുപോയി. എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവരെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ എന്നൊരു പ്രതിജ്ഞ എടുത്തുപോയി. അതുകൊണ്ട് അല്ലയോ ദൂത, നീ പോയിട്ട് നിൻ്റെ ബലവാനായിട്ടുള്ള ആ ശുംഭനോടും അതിവീര്യശാലിയായിട്ടുള്ള നിൻ്റെ യജമാനായിട്ടുള്ള നിശുംഭനോടും ചെന്ന് പറയൂ, എന്നോട് വന്ന് നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, എൻ്റെ ആലോചിക്കാതെ എടുത്ത ഈ തീരുമാനത്തിൽ നിന്ന് എനിക്ക് പിറകോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു പോയില്ലേ, അതുകൊണ്ട് അവർ വേണമെന്ന് ചെയ്തോളും, നീ പോയി അറിയിക്കൂ ദൂത എന്ന് പറഞ്ഞ് വിടുന്ന ദേവിയെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയാണിത്. ഷഷ്ഠോധ്യായഃ. ഋഷിരുവാച ഇത്യാകർണ്യവചോ ദേവ്യാ സദൂതോമർഷപൂരിതഃ സമാചഷ്ട സമാഗമ്യ ദൈത്യരാജായ വിസ്തരാത്. ഇത്യാകർണ്യവചോ ദേവ്യ, ഇതി ആകർണ്യവചോ ദേവ്യഃ. ആ ഋഷി, അതായത് സമാധി എന്ന് പറയുന്ന സുമേധസ് എന്ന് പറയുന്ന ഋഷി വീണ്ടും കഥ തുടരുകയാണ്. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ഇതി ആകർണ്യവചോ ദേവ്യ. ആ ദൂതന് ആകർണ്യ കേട്ടിട്ട് എന്താ, വചോ ദേവ്യ, ദേവിയുടെ ഈ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് സ ദൂത ഓമർഷപൂരിത, സ ദൂത അമർഷപൂരിത. ദൂതന് ദേവിയുടെ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ വളരെയേറെ അമർഷമുണ്ടായി, ക്രോധമുണ്ടായി. അമർഷപൂരിത എന്ന് പറഞ്ഞാൽ അങ്ങ് നിറഞ്ഞു, കോപം കൊണ്ട് അങ്ങനെ നിറഞ്ഞു എന്ന് പറയുമ്പോൾ വർദ്ധിച്ച കോപം ആ ദൂതനുണ്ടായി. സമാചഷ്ട സമാഗമ്യ ദൈത്യരാജായ വിസ്തരാത്. ദൈത്യരാജായ ആ അസുര രാജാവായിട്ടുള്ള ശുംഭൻ്റെ സമാഗമ്യ, അവിടെ സമീപത്തിൽ എത്തിച്ചേർന്നിട്ട്
സമാചഷ്ട എന്ന് പറഞ്ഞാൽ എല്ലാം വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. ദൈത്യരാജായ വിസ്തര, അത് വളരെ വിസ്തരിച്ച് ദേവി എന്തൊക്കെയാണോ പറഞ്ഞത്. അതായത് ഇപ്പോൾ ഈ അസുര രാജാവായിട്ടുള്ള ശുംഭനും നിശുംഭനും അതേപോലെ തന്നെ ഈ ദൂതനുമൊക്കെ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നതെന്ന് വെച്ചാൽ, വെറും ഒരു പെണ്ണ് അവളുടെ ആ ഒരു സൗന്ദര്യത്തിൻ്റെയും തൻ്റെ ബലം ആ സൗന്ദര്യമാണെന്ന് കരുതിക്കൊണ്ട് സൗന്ദര്യം കൊണ്ട് അഹങ്കാരിയായി തീർന്നിരിക്കുന്ന ഒരു പെണ്ണ് പറയുകയാണ് തന്നോട് യുദ്ധം ചെയ്യാൻ, അതും ആരോടും 3 ലോകങ്ങളും കീഴടക്കിയ ശുംഭനോടും നിശുംഭനോടും ചെന്ന് പറയാൻ. അസുര രാജാവായിട്ടുള്ള ശുംഭ നിശുംഭന്മാരുടെ ദൂതനോട് പറയുക എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് അഹങ്കാരം എന്നുള്ള ഭാവമാണ് ഇവിടെ ദൂതന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വർദ്ധിച്ച കോപത്താൽ എന്ന് എടുത്തു പറഞ്ഞു. ഇനി അടുത്ത 2ാമത്തെ ശ്ലോകം. തസ്യ ദൂതസ്യ തദ്വാക്യമാകർണ്യാസുരരാട്ടത സക്രോധഃ പ്രാഹ ദൈത്യാനാമധിപം ധൂമ്രലോചനം. തസ്യ ദൂതസ്യ തദ്വാക്യം ആകർണ്യസ്യ അസുരരാട്ടതഃ. തസ്യ ദൂതസ്യ, ആ ദൂതൻ്റെ തദ്വാക്യം ആകർണ്യ, ഈ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട്, ദേവി പറഞ്ഞു വിട്ട് ഈ സന്ദേശം കേട്ടിട്ട്, അസുരരാട് തതഃ, തതഃ എന്നാൽ അപ്പോൾ അനന്തരം, അസുരരാട് അസുരരാജാവായിട്ടുള്ള ആ ശുംഭ നിശുംഭന്മാർക്ക് സക്രോധഃ, ഇവിടെ കുപിതനായിട്ടുള്ള ദൂതൻ വന്ന് പറയുന്ന വാക്കുകളിലും ദേവിയുടേതായി പറഞ്ഞ ആ വാക്കുകളും അതുപോലെ അവിടെ നടന്ന ആ ദേവിയുമായിട്ടുള്ള സംവാദത്തിൻ്റെയും ഒക്കെ വിസ്തരിച്ചു പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. ഇവിടെ ദൂതൻ തൻ്റെ ഉള്ളിലെ ആ അമർഷവും കൂടി ആ വാക്കുകളിൽ കലർന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് കേട്ട ഈ അസുര രാജാവായിട്ടുള്ള ശുംഭ നിശുംഭന്മാർക്കാകട്ടെ സക്രോധ, അതിയായ കോപമുണ്ടായി. എന്നിട്ട് പ്രാഹ ദൈത്യാനാം അധിപം ധൂമ്രലോചനം, എന്നിട്ട് തതഹ അനന്തരം അത് കേട്ട് കോപമുണ്ടായിട്ട് അത്യധികം കോപത്തോടുകൂടി പ്രാഹ പറഞ്ഞു, ദൈത്യാനാം അധിപം ധൂമ്രലോചനം, തൻ്റെ ദൈത്യാനാം എന്ന് പറഞ്ഞാൽ ദൈത്യന്മാരുടെ സൈന്യാധിപനായിട്ടുള്ള അധിപം, സൈന്യാധിപനായിട്ടുള്ള ധൂമ്രലോചനനോട് ഇങ്ങനെ പറഞ്ഞു. അടുത്ത ശ്ലോകം. ഹേ ധൂമ്രലോചനാശുത്വം സ്വസൈന്യപരിവാരിത താമാനയ ബലാദ്ദുഷ്ടാം കേശാകർഷണവിഹ്വലാം. ഹേ ധൂമ്രലോചന ആശു ത്വം, അല്ലയോ ധൂമ്രലോചന, നീ വളരെ പെട്ടെന്ന് തന്നെ എന്തു വേണം? സ്വസൈന്യപരിവാരിത, നിന്റെ സൈന്യങ്ങളോടും മറ്റുള്ള പരിവാരങ്ങളോടും കൂടി താം ആനയ ബലാത് ദുഷ്ടാം കേശാകർഷണ വിഹ്വലാം. താം ആനയ, അവളെ, ആ പെണ്ണിനെ നീ ആനയ കൂട്ടിക്കൊണ്ടുവരണം. എങ്ങനെ? ബലാത് ദുഷ്ടാം കേശാകർഷണ, ബലാത് ബലമായിട്ട് അവളെ പിടിച്ചു വലിച്ച്, എങ്ങനെ? കേശാകർഷണ, തലമുടിയിൽ അങ്ങനെ ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് നീ എൻ്റെ മുൻപിൽ ബലമായിട്ട് നീ കൊണ്ടുവരിക എന്ന് ശുംഭൻ തൻ്റെ അസുര സൈന്യാധിപനായിട്ടുള്ള ധൂമ്രലോചനനോട് കൽപ്പിച്ചു. നോക്കൂ, നാശം അടുത്തിരിക്കുമ്പോൾ നമ്മൾ പറയില്ല, വിനാശകാലെ വിപരീത ബുദ്ധി. ശുംഭനിശുംഭന്മാർക്ക് തങ്ങളുടെ അഹങ്കാരം അങ്ങനെ അതിൻ്റെ ഉത്തുംഗത്തിൽ നിന്നപ്പോൾ ആരെയും എന്തിനേയും തങ്ങളുടെ പരിധിയിൽ നിർത്തുവാനുള്ള ഒരു വ്യഗ്രത, ഒരു പ്രേരണ ഉള്ളിലുണ്ടായി. കാരണം തങ്ങൾക്ക് നിർത്തുവാൻ കഴിയാത്ത ഒരു ശക്തിവിശേഷം ഈ പ്രപഞ്ചത്തിന് അതീതമായി ഉണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകബുദ്ധി ഇല്ലാതെ പോയി. മൂഢബുദ്ധിയിൽ അവർ ചിന്തിച്ചതാകട്ടെ, ആ പെണ്ണിനെ നീ വലിച്ചിഴച്ച് കേശത്തിൽ പിടിച്ച് വലിച്ച് ബലമായി നീ എൻ്റെ മുൻപിൽ അവളെ കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. ഇത് അസുര സ്വഭാവത്തിൻ്റെ,
ആസുരികമായ ഭാവം ഉള്ളിലുള്ള ഇന്നും നമുക്ക് കാണാം. നമ്മുടെ ലോകത്തിലും ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. ഇവരെ അസുരന്മാർ എന്ന് മുദ്ര കുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ രൂപവും ഭാവവും ഒക്കെ അങ്ങനെയാവാം. പക്ഷേ ഇന്നും നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യരിലും പലരിലും ഈ ഭാവം നമുക്ക് കാണുവാനാകും. എന്തിനേയും ഏതിനേയും ഒക്കെ തങ്ങളുടെ നിയന്ത്രണത്തിൽ തങ്ങളുടെ കാൽ കീഴിൽ നിർത്തണം എന്ന് കരുതുന്ന, തനിക്ക് മീതെയായി ഒന്നില്ല എന്ന് ചിന്തിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ തങ്ങൾക്ക് അതീതമായി തങ്ങളെയും നിലനിർത്തുന്ന ആ പ്രാപഞ്ചിക ശക്തിയെ, ശക്തിസ്വരൂപിണിയെ വിശ്വസിക്കാത്ത, നമ്പാത്ത, ഭയക്കാത്ത ചില ജന്മങ്ങൾ ഇന്നും ഈ ലോകത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. അവർക്കൊക്കെ ഇതേപോലെ നാശമെടുക്കുമ്പോൾ ഇതുപോലെ ഓരോ അബദ്ധ ധാരണകൾ, തോന്നലുകൾ, ചിന്തകളൊക്കെ ഉള്ളിലുണ്ടാകുന്നു. ഇനി അടുത്ത ശ്ലോകം. തത്പരിത്രാണതഃ കശ്ചിദ്യതി വോത്തിഷ്ഠതേ പരഃ സ ഹന്തവ്യോ മരോ വാപി യക്ഷോ ഗന്ധർവ ഏവ വാ. തത്പരിത്രാണതഃ കശ്ചിത് യതി വോത്തിഷ്ഠതേ പരഃ. തത് പരിത്രാണതഃ, അവളെ പരിത്രാണനം ചെയ്യുവാൻ അഥവാ രക്ഷിക്കുന്നതിനായിട്ട്, കശ്ചിത് ആരെങ്കിലും, യതി എന്നാൽ എങ്കിലും, വോത്തിഷ്ഠതേ പരഃ ആരെങ്കിലും മറ്റൊരാൾ അവളെ രക്ഷിക്കുന്നതിനായിട്ട് അവിടെ വന്നു ചേർന്നാൽ, സ ഹന്തവ്യ അമരോ വാ അപി യക്ഷോ ഗന്ധർവ ഏവ വാ. സ ഹന്തവ്യോ, അവനെ വധിച്ചേക്കുക, അവനെ നിഗ്രഹിക്കണം. അവനിനി ആരുമാകട്ടെ, ഹന്തവ്യ അമരോ, അമരന്മാർ അതായത് ദേവന്മാർ, വാ അപി അതല്ല ഇനി മറ്റാരെങ്കിലും ആണെങ്കിൽ, ആര്, യക്ഷോ ഗന്ധർവ ഏവ വാ, യക്ഷന്മാരോ ഗന്ധർവന്മാരോ ആര് തന്നെ ആയിക്കോട്ടെ, അവളെ സഹായിക്കുവാൻ അവിടെ വരുന്ന ഇനിയും ദേവന്മാരാണേലും അവരെ വധിച്ചു കളയണം. അടുത്ത ശ്ലോകം. ഋഷിരുവാച. ഇനിയും ബാക്കി ഋഷി ആ കഥ തുടരുകയാണ്. തേനാജ്ഞപ്തസ്തതഃ ശീഘ്രം ച ദൈത്യോ ധൂമ്രലോചന വൃതഷഷ്ട്യാ സഹസ്രാണാം അസുരാണാം ദ്രുതം യയൗ. തേനാജ്ഞപ്തസ്തതഃ, തേന ആജ്ഞപ്ത, തതഃ ശീഘ്രം, തേന അവനാൽ, അതായത് ആ ശുംഭനാൽ, ആജ്ഞപ്ത ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്ന, തതഃ ശീഘ്രം, തതഃ അനന്തരം, ഇങ്ങനെ ആജ്ഞാപിക്കപ്പെട്ട, ശുംഭനാൽ ആജ്ഞാപിക്കപ്പെട്ട ആ ധൂമ്രലോചനൻ എന്ന സൈന്യാധിപൻ ശീഘ്രം വളരെ പെട്ടെന്ന് തന്നെ, സ ദൈത്യോ ധൂമ്രലോചന, അവൻ ആ അസുരനായിട്ടുള്ള ധൂമ്രലോചനൻ, വൃതഷഷ്ട്യാ സഹസ്രാണാം ദാനവാനാം ദ്രുതം യയൗ. വൃതഷഷ്ട്യാ സഹസ്രാണാം, വൃത എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ട്, അതായത് അവരുടെ കൂടെ, എന്ത്, ഷഷ്ട്യാ സഹസ്രാണാം, ഷഷ്ടി എന്നാൽ 60, ഷഷ്ട്യാ സഹസ്രാണാം 60,000 സംഖ്യ വരുന്നതായിട്ടുള്ള ദാനവാനാം അസുര സൈന്യവുമായിട്ട്, ദ്രുതം വളരെ പെട്ടെന്ന് തന്നെ യയൗ പോയി. ഇങ്ങോട്ടേക്ക്, ആ പെണ്ണിനെ തൻ്റെ യജമാനനായിട്ടുള്ള ശുംഭൻ പറഞ്ഞതുപോലെ മുടിയിൽ വലിച്ചിഴച്ച് ക്ഷീണിതയാക്കി ശുംഭൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നതിനായിട്ട് ധൂമ്രലോചനൻ 60,000 വരുന്ന പടയോടും പരിവാരങ്ങളോടും കൂടി, അസുരന്മാരായിട്ടുള്ള തങ്ങളുടെ സൈന്യത്തോടു കൂടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു. അടുത്ത ശ്ലോകം. സദൃഷ്ട്വാ താം തതോ ദേവീം തുഹിനാചല സംസ്ഥിതാം ജഗാദോച്ചൈ പ്രയാഹീതി പാർശ്വം ശുംഭനിശുംഭയോ. സദൃഷ്ട്വാ താം തതോ ദേവീം, സദൃഷ്ട്വാ അവനെ കണ്ടിട്ട്, താം തതോ ദേവീം ആ ദേവിയെ, എവിടെ, സദൃഷ്ട്വാ അവൻ കണ്ടു, എന്നിട്ട് ആരെ, താം തതോ ദേവീം ആ ദേവിയെ കണ്ടു, എവിടെ, തുഹിനാചല സംസ്ഥിതാം. തുഹിനാചലം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ
വാഴുന്നതായിട്ടുള്ള, സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള ആ ദേവിയെ ധൂമ്രലോചനൻ വന്ന് കണ്ടു. ഇപ്പോഴാണ് ധൂമ്രലോചനനും ദേവിയുമായിട്ട് ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. ആ സമയത്ത് ജഗാദോച്ചൈ പ്രയാഹീതി പാർശ്വം ശുംഭനിശുംഭയോ. അങ്ങനെ ആ ശുംഭൻ്റെ ആജ്ഞാശക്തിയുടെ ജഗാദ ഉച്ചൈ പ്രയാഹീതി, ആ ശുംഭൻ്റെ ആജ്ഞാശക്തിയുടെ ബലം കൊണ്ട് ദൂരെ കണ്ടപ്പോൾ തന്നെ ജഗാദ ഉച്ചൈ ഉറക്ക വിളിച്ചു പറഞ്ഞു. എന്താ? പ്രയാഹി ഇതി, പുറപ്പെട്ടോളൂ, ഇപ്പം തന്നെ പുറപ്പെട്ടോളൂ. എങ്ങോട്ടേക്ക്? പാർശ്വം ശുംഭനിശുംഭയോ, ശുംഭനിശുംഭന്മാരുടെ സമീപത്തേക്ക് നീ പുറപ്പെട്ടോളൂ വളരെ പെട്ടെന്ന് തന്നെ എന്ന് ദൂരേന്ന് ആ ദേവിയെ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഉറക്കെ ദൂരെ വെച്ച് തന്നെ ആ ധൂമ്രലോചനൻ എന്ന അസുര സൈന്യാധിപൻ ദേവിയോടായി വിളിച്ചു പറഞ്ഞു. അടുത്ത ശ്ലോകം. ന ചേത് പ്രീത്യാദ്യ ഭവതി മത്ഭർത്താരമുപൈഷ്യതി തതോ ബലാന്നയാമ്യദ്യ കേശാകർഷണ വിഹ്വലാം. ന ചേത് പ്രീത്യാദ്യ ഭവതി മത്ഭർത്താരമുപൈഷ്യതി. മത്ഭർത്താരം, എൻ്റെ ഭർത്താരം എന്നുദ്ദേശിക്കുന്ന എൻ്റെ സ്വാമിയായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ രാജാവായിട്ടുള്ള ആ ശുംഭൻ്റെ സമീപത്തേക്ക് നചേത് ഉപൈഷ്യതി, പോകുന്നില്ല എങ്കിൽ, ദേവി പുറപ്പെടുന്നില്ല എങ്കിൽ അതും എങ്ങനെ വേണം? പ്രീത്യ അദ്യ ഭവതി, ഇപ്പോൾ തന്നെ ഭവതി വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ രാജാവിൻ്റെ അടുത്തേക്ക്, എൻ്റെ സ്വാമിയുടെ അടുത്തേക്ക് ദേവി എന്നല്ല, നീ പുറപ്പെടുന്നില്ലെങ്കിൽ തതോ ബലാൻ നയാമ്യേഷ, തതഹ ഞാൻ എന്തു ചെയ്യും? ഉടനെ തന്നെ നിന്നെ ബലാത് നയാമ്യേഷ്യ, ബലമായി തന്നെ നിന്നെ ഞാൻ കൊണ്ടുപോകും. എങ്ങനെ? കേശാകർഷണ വിഹ്വലാം, നിന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചിഴച്ച് തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകും എൻ്റെ സ്വാമിയുടെ സമീപത്തേക്ക്. അതുകൊണ്ട് അതിനിട വരുത്തണ്ട, നീ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടോളൂ എൻ്റെ കൂടെ എൻ്റെ സ്വാമിയുടെ അടുത്തേക്ക്. ഇത് പറഞ്ഞപ്പോൾ ദേവി പറയുകയാണ് അടുത്തത്. ദേവി ഉവാച, ദേവി പറഞ്ഞു, ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസംവൃത ബലാന്നയസി മാമേവം തതഃ കിം തേ കരോമ്യഹം. ദൈത്യേശ്വരേണ പ്രഹിതോ, ഈ ധൂമ്രലോചനൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ദേവി ഇങ്ങനെ പറയുകയാണ്, ബലവാൻ ബലസംവൃത, നിന്റെ അസുര രാജാവിൻ്റെ ഈ ആജ്ഞാകാരകനായിട്ടുള്ള തന്നെയല്ല, നീ സ്വയമേവ ബലവാനാണ്. ബലവാൻ ബലസംവൃത, കഴിഞ്ഞില്ല, നീ ബലവാനാണ്. നിന്റെ ചുറ്റിനും ബലസംവൃത, 60,000 സൈന്യത്തോടു കൂടിയാണ് നീ വന്നിരിക്കുന്നത്. അതായത് വലിയൊരു സൈന്യവും നിന്റെ കൂടെയുണ്ട്. ബലാന്നയസി മാമേവം തതസ്തേ കിം കരോമ്യഹം, നീ എന്നെ ഇങ്ങനെ ബലാത് നയസി മാം ഏവം, എന്നെ ഒറ്റ ഒരാളിനെ ഇവിടുന്ന് നീ ബലമായി കൊണ്ടുപോകാനായിട്ട് നീ സ്വയമേവ ബലവാനാണ്. നിന്റെ ചുറ്റിനും ഇത്രയും വലിയൊരു സൈന്യത്തെയുമായിട്ട് നീ വന്നിരിക്കുകയാണ്. ഇനി അതും അല്ലെങ്കിൽ നീ തന്നെ പറയുന്നു നീ എന്നെ ബലമായി പിടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും ചെയ്യുമെന്ന്. അങ്ങനെയെങ്കിൽ തതഹ തേ കിം കരോമി അഹം, നീ ചെയ്താൽ തതഹ അങ്ങനെ തേ, ഇപ്പോഴെങ്ങാനും നീ അങ്ങനെയെങ്ങാനും ചെയ്താൽ കിം കരോമി അഹം, ഞാൻ എന്ത് ചെയ്യും? നോക്കൂ, ദേവി ഇവിടെ ആ ധൂമ്രലോചനൻ്റെ അഹങ്കാരത്തെ മുഴുവൻ പൂർണ്ണമായി അങ്ങോട്ട് വലിച്ചു പുറത്തിടുന്നത് പോലെ, അതിനൊരവസരം ഒരുക്കുന്നത് പോലെയാണ് ഇവിടെ ധൂമ്രലോചനനെ അങ്ങോട്ട് പുകഴ്ത്തിയിട്ട് പറഞ്ഞു, നീ സ്വയമേവ ബലവാൻ, നിൻ്റെ കൂടെയുള്ളതും വലിയൊരു ബലമാണ്, വലിയൊരു സൈന്യമാണ്. ഇനി നീ പറയുന്നത് പോലെ ഞാൻ വന്നില്ലെങ്കിൽ നീ എന്നെ ബലമായി പിടിച്ചുകൊണ്ട് പോകും. അപ്പോഴും ഈ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? ആ മഹർഷി കഥ തുടരുകയാണ്. ഋഷിരുവാച
ഇത്യുക്തസോഭ്യധാവത്താമസുരോ ധൂമ്രലോചന ഹുങ്കാരേണൈവ തം ഭസ്മ സാ ചകാരാംബികാ തതഃ. ഇത്യുക്തഃ സഹ അഭ്യധാവത് താം അസുരോ ധൂമ്രലോചനഃ. ഇത്യുക്തഃ, ദേവി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട്, സഹ അഭ്യധാവത്, അതായത് താൻ സ്വയം ബലവാനാണെന്നുള്ള ആ ഒരു അഹങ്കാരത്തോടു കൂടി, അസുരോ ധൂമ്രലോചനഃ, ആ ധൂമ്രലോചനൻ എന്ന അസുരൻ, ഹുങ്കാരേണൈവ തം ഭസ്മ സ ചകാരാംബികാ തതഃ, നേരെ അപ്പോഴേക്കും അവൻ്റെ ഉള്ളിലെ ആ അഹങ്കാരം അങ്ങോട്ട് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരികയാണ്. ഹുങ്കാരേണ ഏവ തം ഭസ്മ സ ചകാര അംബികാ തതഃ, വലിയൊരു ഹുങ്കാര പ്രയോഗത്തോടു കൂടി, എന്ന് പറഞ്ഞാൽ അലറിക്കൊണ്ടാണ്, ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ദേവിയുടെ ആ അഹങ്കാരത്തോടു കൂടി അലറിക്കൊണ്ട് ദേവിയുടെ നേരെ വന്നപ്പോൾ ദേവി എന്തു ചെയ്തു? ഹുങ്കാരേണ ഏവ തം ഭസ്മഹ, അവനെ തൻ്റെ ഹുങ്കാര പ്രയോഗം കൊണ്ട്, ദേവിയുടെ ആ ഒരു ഹുങ്കാര ശബ്ദം കൊണ്ട് തന്നെ എന്തു ചെയ്തു? ഭസ്മ സ ചകാര, ഭസ്മ ചകാര, ദേവി അവനെ ഭസ്മീകരിച്ചു കളഞ്ഞു, ഭസ്മമാക്കി കളഞ്ഞു. അംബിക തതഃ, ആ ജഗദംബികയായിട്ടുള്ള ദേവിയുടെ നേരെ അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു വന്ന ആ ധൂമ്രലോചനൻ എന്ന അസുരനെ, അസുര സൈന്യാധിപനെ, ശുംഭൻ്റെ വലിയ ശക്തിയായിരുന്ന ധൂമ്രലോചനൻ എന്ന് പറയുന്ന ആ അസുരനെ ദേവി തൻ്റെ ഒരു ഹുങ്കാര ശബ്ദം കൊണ്ട് തന്നെ ഭസ്മമാക്കി കളഞ്ഞു. അടുത്ത ഒരു ശ്ലോകം കൂടെ നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. 10 ശ്ലോകമാകും അപ്പോൾ. അടുത്ത ശ്ലോകം. അഥ ക്രുദ്ധം മഹത് സൈന്യം അസുരാണാമഥാംബികാം വവർഷ സായകൈസ്തീക്ഷ്ണൈസ്തഥാ ശക്തി പരശ്വഥൈ. അഥ ക്രുദ്ധം മഹത് സൈന്യം അസുരാണാം അഥ അംബികാം. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, ക്രുദ്ധം കോപിഷ്ഠയായ, മഹത് സൈന്യം അസുരാണാം അഥ അംബികാം, ആ മഹത് സൈന്യം വലിയൊരു സൈന്യവുമായിട്ട് വന്നതായിരുന്നു അല്ലേ? ആ ഒരു ബൃഹത്തായ സൈന്യം, അതിവിപുലമായിട്ടുള്ള ആ അസുര സൈന്യം, മഹത് സൈന്യം അസുരാണാം, ആ അസുര സൈന്യം എന്തു ചെയ്തു? കോപിച്ചിട്ട്, കാരണം തങ്ങളുടെ നായകനായിട്ടുള്ള ആ ധൂമ്രലോചനനെ ദേവി വെറും ഒരു ഹുങ്കാര ശബ്ദം കൊണ്ട് തന്നെ ഭസ്മീകരിച്ചപ്പോൾ ആ അതിവിപുലമായിട്ടുള്ള അസുര സൈന്യം കോപിച്ചിട്ട് അംബികാം, ദേവിയുടെ നേരെ വവർഷ സായകൈ തീക്ഷ്ണൈ, വവർഷ വർഷിച്ചു, എന്താ? സായകൈ തീക്ഷ്ണൈ തഥാ ശക്തി പരശ്വതൈ, ദേവിയുടെ നേരെ തീക്ഷ്ണൈ അതിതീക്ഷ്ണങ്ങളായിട്ടുള്ള, സായകം എന്ന് പറഞ്ഞാൽ അസ്ത്രം, ശക്തി എന്നാൽ വേല്, പരശ്വതൈ മഴു തുടങ്ങിയ ആയുധങ്ങളൊക്കെ ദേവിയുടെ നേരെ വർഷിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് മഴ പെയ്യും പോലെ ദേവിയുടെ നേരെ അങ്ങനെ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരുന്നു. ഈ 60,000 സൈന്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ദേവിയുടെ നേരെ ഇങ്ങനെ പ്രയോഗിച്ചു എന്ന് പറയുമ്പോൾ, ദേവി ഒറ്റയ്ക്ക് ആണ് മറുവശത്ത് എന്നും കൂടി അറിയുന്നിടത്താണ് അമ്മയുടെ ആ ഒരു ശക്തിയുടെ വൈഭവത്തിൻ്റെ പ്രഭാവം നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത ശ്ലോകം മുതൽ നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ